ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പടവലങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പടവലങ്ങ കറിയാണ് ഇത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? അതിനായിട്ട് ഞാനിവിടെ ഒരു പടവലങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചിരണ്ടി എടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് ചിരണ്ടി നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. ഇപ്പോൾ പടവലങ്ങയുടെ തൊലിയും അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് പടവലങ്ങ ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയ പീസാക്കി കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പടവലങ്ങ എല്ലാതും ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു മൺചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5-6 മണി ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തണ്ട് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് നടുകീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സവാള നന്നായിട്ട് വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പടവലങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഉപ്പൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് മൂടി വെച്ച് വേവിക്കാനായിട്ട്. അപ്പോൾ പടവലങ്ങ ഇവിടെ വെന്ത് വരട്ടെ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ക്യുമിൻ സീഡ്സ് നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പിടി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്ത് കഷ്ണങ്ങളൊന്ന് ഇളക്കി കൊടുത്ത് ഇടാൻ മറക്കരുത്. അടിക്ക് പിടിക്കാണ്ട് നോക്കണം. അപ്പം നമുക്ക് കഷ്ണങ്ങളൊന്നും കൂടി വെന്ത് വരാനുണ്ട്. അപ്പോഴേക്കും നമുക്കൊന്ന് മൂടി വെച്ചിട്ട് തേങ്ങ അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് തേങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഈ തേങ്ങയുടെ കൂട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യമുള്ളത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഗ്രേവി തിക്കാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്കിലാണ് ഞാൻ എടുക്കണത്. ഇത് ചൂടാറി വരുമ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വരും. പ്രത്യേകിച്ച് ഇത് മൺചട്ടി ആയതുകൊണ്ട് ഇപ്പോൾ ഓഫ് ചെയ്ത് കൊടുത്താൽ ചൂടാറി വരുമ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുക നമ്മുടെ കറി. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ നാടൻ പടവലങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ് ഈ കറി. അപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.